ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നതിന് സീറ്റ് നൽകാതെ തഴഞ്ഞതിന് പിന്നാലെ ബി.ജെ.പിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് വരുൺ ഗാന്ധി. പിലിഭിത്തിൽ നിന്നുള്ള സിറ്റിംഗ് ബി.ജെ.പി എംപിയാണ് വരുൺ ഗാന്ധി. എന്നാൽ ഇത്തവണ തന്നെ ബി.ജെ.പി സീറ്റ് നൽകാതെ വഞ്ചിച്ചെന്നാണ് വരുൺ ഗാന്ധിയുടെ ആരോപണം. ഇതോടെ തന്റെ സ്വന്തം മണ്ഡലമായ പിലിഭിത്തിയിൽ നിന്ന് വരുൺ ഗാന്ധി സ്വതന്ത്രനായി മത്സരിക്കുമെന്നാണ് സൂചന. ഇങ്ങനെ സംഭവിച്ചാൽ വരുൺ ഗാന്ധിയെ കോൺഗ്രസും ബി.എസ്.പിയും സമാജ്വാദി പാർട്ടിയും പിന്തുണയ്ക്കും. അതിനായി കോൺഗ്രസോ സമാജ്വാദി പാർട്ടിയോ സ്ഥാനാർത്ഥിയെ നിർത്തില്ല. കാരണം പിലിഭിത്തിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ വരുൺ ഗാന്ധിയെ വിജയിപ്പിക്കുക എന്നത് കോൺഗ്രസിന്റെ കർത്തവ്യവും ലക്ഷ്യവുമാണ്. ഒരു കാലത്ത് സഞ്ജയ് ഗാന്ധിയുടെ മകൻ വരുൺ ഗാന്ധി തീവ്ര ഹൈന്ദവവാദ വക്താവായിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ രീതികളും ചിട്ടകളും മാറ്റുകയായിരുന്നു. അധികം വൈകാതെ മോദിയുടെയും ബി.ജെ.പിയുടെയും കണ്ണിലെ കരടായി വരുൺ ഗാന്ധി മാറി. അതുതന്നെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പിലിഭിത്തിൽ നിന്നുള്ള വരുൺ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ബി.ജെ.പി തഴയാനുള്ള കാരണവും. അമ്മ മേനക ഗാന്ധിക്കും സീറ്റ് നിഷേധിക്കുന്ന അവസ്ഥയിലായിരുന്നെങ്കിലും ആ തീരുമാനം ഉത്തരേന്ത്യയിൽ തങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിയ ബി.ജെ.പി തന്ത്രപൂർവ്വം മേനക ഗാന്ധിയെ സുൽത്താൻപൂരിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ യു.പിയിൽ പെട്ടെന്ന് ജയിച്ചു കയറാമെന്നത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമല്ല. രാമക്ഷേത്രത്തിന്റെ പ്രൗഢിക്ക് യു.പിയിലെ ബി.ജെ.പി വിജയത്തെ ഉറപ്പിക്കാൻ സാധിക്കില്ല. കാരണം രജ്പുത്, ജാട്ട്, മുസ്ലിം സമുദായങ്ങളെല്ലാം രാമക്ഷേത്ര നിർമ്മാണത്തിന് പിന്നിലെ ബി.ജെ.പിക്ക് എതിരാണ്. ഇതിൽ ജൂത്ത് സമുദായം നേരിട്ട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും അവരുടെ അവകാശങ്ങളും ആവശ്യങ്ങളും യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന സർക്കാർ അംഗീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. അതിനാൽ ഇവരെല്ലാം ഒരുമിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്താൽ യു.പിയിൽ ബി.ജെ.പിയുടെ അവസ്ഥ പരിതാപകരമാകുമെന്നതിൽ സംശയം വേണ്ട. നിർഭാഗ്യവശാൽ ഇങ്ങനെയുണ്ടാകാതിരിക്കാൻ യോഗിക്കും ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥയിലാണ്. ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് വരുൺ ഗാന്ധി ബി.ജെ.പിയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ വരുൺ ഗാന്ധി പിലിഭിത്തിൽ സ്വതന്ത്രനായി മത്സരിച്ചു കഴിഞ്ഞാൽ അത് ബി.ജെ.പിക്ക് കടുത്ത തിരിച്ചടി തന്നെയാണ്. ഇനിയിപ്പോൾ വരുൺ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചാൽ അത് ബി.ജെ.പിക്ക് ഇരട്ടി പ്രഹരമായിരിക്കും. പിലിഭിത്തിൽ മാത്രമല്ല, സമീപ പ്രദേശത്തെ ലോക്സഭാ മണ്ഡലങ്ങളിലും വരുൺ ഗാന്ധിക്ക് വലിയ സ്വാധീനമുണ്ട്. ഈ പ്രദേശങ്ങളിലെ ഭൂരിപക്ഷം യുവാക്കളുടെയും ഹരം തന്നെയാണ് അദ്ദേഹം അവിടെയെല്ലാം നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങളും പുരോഗമന പ്രവർത്തനങ്ങളുമൊക്കെ വോട്ടായി മാറും. അതിനാൽ ഇനി അറിയാനുള്ളത് കോൺഗ്രസ് ടിക്കറ്റിലാണോ സ്വതന്ത്രനായാണോ വരുൺ ഗാന്ധി മത്സരിക്കുക എന്നത് മാത്രമാണ്. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം മാത്രമേ ഇനി അറിയാനുള്ളൂ. ഇതിനായുള്ള കാത്തിരിപ്പിലാണ് ബി.ജെ.പി. ഏതായാലും തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന ഭയത്തിലാണ് മോദിയും കൂട്ടരും. ചുരുക്കി പറഞ്ഞാൽ തീക്കൊള്ളി കൊണ്ട് തല ചൊറിഞ്ഞതിന് തുല്യമാണ് വരുൺ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് സീറ്റ് നിഷേധിച്ചുകൊണ്ടുള്ള തീരുമാനമെന്ന് ഏറെക്കുറെ മോദിക്കും ബി.ജെ.പിക്കും മനസ്സിലായി കഴിഞ്ഞു.